الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في أفعاله ليس كمثله شيء وهو السميع البصير. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. اتقوا الله عباد الله. ഏറെ ആദരവ് നിറഞ്ഞ വിശ്വാസികളെ, സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ അതിമഹത്തായ അനുഗ്രഹമാണ് സമ്പത്ത് എന്നുള്ളത്. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കണിശമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അനുഗ്രഹം. മനുഷ്യ, ഈ സമ്പത്ത് നീ എങ്ങനെ ഉണ്ടാക്കി? ആ ഉണ്ടാക്കിയ സമ്പത്തിനെ നീ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ള പടച്ച റബ്ബിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ വരേണ്ടുന്ന ആളുകളാണ് പറയുന്ന ഞാനും
കേൾക്കുന്ന നിങ്ങളും. അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ കൃത്യമായി മാനവകുലത്തോട്, മാനവരാശിയോട് നമ്മുടെ നന്മക്ക് വേണ്ടി കൃത്യമായി പഠിപ്പിക്കുന്നു. നിങ്ങൾ തോന്നിയ പോലെ സമ്പാദിക്കരുത്. എങ്ങനെ സമ്പാദിക്കണം? നിങ്ങൾ സമ്പാദിക്കുന്നത് ഹലാലായ രൂപത്തിലായിരിക്കണം, അതുപോലെ തന്നെ ത്വയ്യിബായ രൂപത്തിലായിരിക്കണം. ഒരിക്കലും അനർഹമായത് അഥവാ അന്യായമായ രൂപത്തിലൂടെ സമ്പാദിക്കരുത് എന്നുള്ള പരിശുദ്ധ ഖുർആനിന്റെ വലിയ പ്രഖ്യാപനം വിശ്വാസികളെ ജീവിതത്തിലുടനീളം നമ്മൾ മരണപ്പെടുന്നത് വരെ നമ്മൾ ഓർത്ത് മനസ്സിലാക്കി പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു പറയാ, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ, നിങ്ങൾക്ക് ഭൂമിയിലുള്ളതിൽ അനുവദനീയമായതും വിശിഷ്ടമായതും നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാകണം, അതുപോലെ തന്നെ അത് വിശിഷ്ടമായിട്ടുള്ള ഭക്ഷണമാകണം. വലാ തത്തബിഊ ഖുതുവാതിശ് ശൈത്വാൻ. എന്താ പറഞ്ഞത്? പിശാചിന്റെ കാലടികളെ, പിശാചിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിന്തുടർന്നു പോകല്ലേ. ഇന്നഹു ലകും അദുവ്വും മുബീൻ, തീർച്ചയായും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. നന്മയുടെ പാന്താവിലൂടെ നിങ്ങൾ പോകുമ്പോ തിന്മയുടെ വാതിലുകൾ മലർക്കെ നിങ്ങൾക്ക് തുറന്നു തരുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ പിശാചിനെ നിങ്ങൾ പിൻപറ്റല്ലേ. വിശ്വാസികളെ, നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടാകും ഒരുപാട് സമ്പാദിക്കാൻ, മക്കൾക്ക് വേണ്ടി, മക്കളുടെ പഠനത്തിന് വേണ്ടി, എല്ലാം നമുക്ക് വേണം. പക്ഷേ ഹറാമിന്റെ ലവലേശം നമ്മുടെ സമ്പത്തിൽ പെടാൻ പറ്റൂല. പല ആളുകളുണ്ട്, എന്തെന്നറിയോ, എന്തെങ്കിലും ഒരു 10 രൂപ അനർഹമായത് കയ്യിൽ കിട്ടിയാൽ അവൻ വലിയ ആളാ, ഞാൻ ഇവിടുത്തെ വലിയ ആളായി, കാരണം അവനെ ഞാൻ പറ്റിച്ചല്ലോ. എന്നാൽ മുഅ്മിനുകളെ, അവൻ ചിന്തിച്ചു പോയോ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇതിനൊരു മറുപടി പറയേണ്ടി വരുമെന്ന്? നോക്കൂ വിശ്വാസികളെ, അതുകൊണ്ട് ഹലാലും ഹറാമും വേർതിരിക്കുവാൻ നമുക്ക് സാധ്യമാകണം. നമ്മുടെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ വലിയ സൂക്ഷ്മത കാണിച്ചിരുന്നു എന്നുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുക. നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭങ്ങൾ, അവിടുന്ന് ഉറക്കം വരുന്നില്ല. ആ സന്ദർഭത്തിലൂടെ അതാ സ്വഹാബത്ത് ചോദിക്കുകയാണ്, തളവ്വറൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത ലൈല, ഒരു രാത്രി അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഠിനമായ അസ്വസ്ഥത വരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മാ അസ്ഹറക, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എന്തിനാണ് ഉറങ്ങാതിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുന്നത് എന്തെന്നറിയുമോ? ഇന്നി വജത്തു തംറതൻ സാഖിതതൻ ഫഅകൽതുഹാ, വീണ് കിടന്നിരുന്ന ഒരു കാരക്ക ഞാൻ ഭക്ഷിച്ചു പോയി സ്വഹാബാ, വീണ് കിടന്നിരുന്ന ഒരു കാരക്ക ഞാനിതാ ഭക്ഷിച്ചു പോയിരിക്കുകയാണ്. സുമ്മ ദകറതു തംറൻ കാന ഇൻദനാ മിൻ തംരി സ്വദഖ, പിന്നെ ഞാൻ ആലോചിച്ചു പോയി, എന്റെ പക്കലുള്ള സക്കാത്തിൽപ്പെട്ട കാരക്കയുണ്ട്, അതാണോ ഞാൻ ഭക്ഷിച്ചു പോയത്? അതല്ല, ഫമാ അദ്രി അമിൻ ദാലിക കാനതി തംറതു ഔ മിൻ തംരി അഹ്ലിഹി, എന്റെ കുടുംബത്തിൽപ്പെട്ട കാരക്കയാണോ ഞാൻ ഭക്ഷിച്ചു പോയത് എന്നുള്ള വല്ലാത്ത ഒരു ടെൻഷൻ, വല്ലാത്ത ഒരു നെടുവീർപ്പാണ് എനിക്ക് ഉറക്കം വരാത്തത് എന്ന് പറയുമ്പോ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി കൊണ്ട് ഭയപ്പെടുകയാണ്. നോക്കൂ വിശ്വാസികളെ, വലുതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. എന്താ കഴിച്ചത്? വീണ് കിടന്നിട്ടുള്ള ഒരു കാരക്ക.
രാത്രി കിടക്കുകയാണ്. അപ്പോ ചിന്തിച്ചു പോയി, പടച്ചോനെ, ഞാൻ ആ കടിച്ച കാരക്ക എന്റെ കുടുംബത്തിൽപ്പെട്ട കാരക്കയാണോ, അഥവാ എനിക്ക് അനുവദനീയമായിട്ടുള്ളതാണോ, അതല്ല സകാത്തിൽപ്പെട്ട മുതലാണോ? ആ ഒരു ഭയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറക്കത്തെ കെടുത്തി എന്നുള്ളതാണ്. സഹോദരന്മാരെ, നമ്മുടെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്ര കണിശമായി കണ്ടിരുന്ന ഈ വിഷയം നമ്മെ എത്ര ഗൗരവത്തിൽ കാണണം. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്കതാ മറ്റൊരു സ്വഹാബി കടന്നു വരികയാണ്. സ്വഹാബികൾ ആരൊക്കെ കടന്നു വന്നിട്ടുണ്ടോ അവർക്കൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോരോ ഉപദേശങ്ങൾ കൊടുക്കും. വരുന്ന സ്വഹാബികൾ സമ്മാനമായിട്ട് ഹദിയയായി, പുതപ്പായി, ഭക്ഷണമായി, കാരക്കയായി അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുമായിരുന്നുവെന്നാണ്. ആ ഒരു അവസ്ഥയിൽ ഒരു സ്വഹാബത്ത് വന്നുകൊണ്ടതാ അല്പം പാല് കൊടുക്കുകയാണ്. അവിടുന്ന് ചോദിച്ചു, മിൻ ഐന ലക്കും ഹാദാ, നിനക്കിത് എവിടുന്ന് കിട്ടി? വന്ന സ്വഹാബി പറഞ്ഞു, മിൻ ഷാത്ത്, അള്ളാന്റെ റസൂലേ, അത് ഇന്ന വ്യക്തിയിൽ നിന്ന്, ഇന്ന ഒരു ആടിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, മിൻ ഐന ലക്കും ഹാദിഹി ഷാത്ത്, എവിടെ നിന്നാണ് ആ ആടിനെ നീ വാങ്ങിയത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുകയാണ്. സ്വഹാബത്ത് പറഞ്ഞു, മിൻ മൗലിഹി കദാ, അള്ളാന്റെ റസൂലേ, അത് ഇന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, ഇന്ന മആശിറുൽ അംബിയാ, ഞങ്ങൾ പ്രവാചകന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഉമിർനാ അല്ലാ നകുല ഇല്ലാ ത്വയ്യിബാ, നല്ലതല്ലാതെ നിങ്ങൾ ഭക്ഷിച്ചു പോകല്ലേ, വലാ നഅമല ഇല്ലാ സ്വാലിഹാ, നന്മയോട് കൂടിയിട്ടുള്ള പ്രവർത്തനമല്ലാതെ നിങ്ങൾ പ്രവർത്തിച്ചു പോകല്ലേ എന്ന് പ്രവാചകരായിട്ടുള്ള ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശ്വാസികളെ, നമുക്കൊരുപാട് പാടാണ്. പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ അല്ലേ, നമ്മൾ ഒരാളെ കണ്ടുമുട്ടിയാൽ പരസ്പരം സംസാരിക്കൂലേ, വിഷയങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയും. ആ സന്ദർഭത്തില് കൂട്ടുകാരൻ നമ്മോട് ചോദിച്ചിട്ട്, എന്താ ഇപ്പൊ സാമ്പത്തിക അവസ്ഥ ഒക്കെ, നമ്മളെന്താ പറയാറ്? എന്താ വിശ്വാസികളെ നമ്മൾ പറയാറ്? വല്ലാത്ത പ്രയാസമാണ് അല്ലേ, വല്ലാത്ത ബുദ്ധിമുട്ടാണ്. വിശ്വാസികളെ, പ്രയാസമുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. എന്നാലും ഒരു വിശ്വാസി നമ്മളോട് ചോദിക്കുമ്പോ നമ്മൾ പറയേണ്ടത് എന്താണെന്നറിയോ? അൽഹംദുലില്ലാ, റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഉഷാറായി പോകുന്നു എന്ന ആ രൂപത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അതുകൊണ്ട് ഒരിക്കലും തൊട്ടപ്പുറത്തുള്ള സുഹൃത്തിന്റെ, കൂട്ടുകാരന്റെ, അയൽവാസിയുടെ, കുടുംബക്കാരന്റെ സമ്പത്തിന്റെ അഭിവൃദ്ധി കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മനസ്സിൽ വല്ലാത്തൊരു നെടുവീർപ്പ്, പടച്ചോനൊക്കെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു പ്രയാസം നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം എന്തെന്നറിയുമോ? നമ്മുടെ സ്വഹാബാ കിറാമുകളതാ ജോലിക്ക് വേണ്ടി പുറപ്പെടുകയാണ്. സ്വഹാബത്തിന്റെ ഭാര്യമാര് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി പോവുകയാണ്, ഞങ്ങളുടെ പട്ടിണി മാറ്റാൻ വേണ്ടി നിങ്ങൾ പോവുകയാണ്, ഞങ്ങൾ വിശന്ന് കിടന്ന് പ്രയാസപ്പെടുമെന്ന് കരുതിക്കൊണ്ട് ഹറാമിന്റെ ഭക്ഷണം നിങ്ങൾ കൊണ്ടുവന്ന് തരല്ലേ, ഹറാമിന്റെ ഭക്ഷണം നിങ്ങൾ കൊണ്ടുവന്ന് തരല്ലേ, കാരണം നരകത്തെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല, വിശപ്പ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, അത്തരത്തിലുള്ള ഒരു ഭാര്യയാകാൻ നമ്മുടെ ഭാര്യമാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വിശ്വാസികളെ, ഒന്ന് ആലോചിച്ച് നോക്കാണി. എത്ര മഹനീയമായ ഉപദേശമാണത്. ഇനി നമ്മൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട എന്താ അറിയോ വിശ്വാസികളെ? ഹലാലും ഹറാമും രണ്ടും രാവും പകല് പോലെയാണ്, ഒരു അടുപ്പില്ല. ആരുടെ ജീവിതത്തിൽ? വിശ്വാസിയുടെ ജീവിതത്തിൽ. അപ്പോ നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്ത് അനുവദനീയമാകണം. ഒരിക്കലും ഹറാമിലേക്ക് നമ്മൾ കടക്കരുത്. മറ്റുള്ളവരുടെ അഭിവൃദ്ധിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ടെൻഷൻ അടിക്കാൻ പാടില്ല. ചില ആളുകൾക്ക് വല്ലാത്തൊരു പ്രയാസമാണ്, പടച്ചോക്കൊന്നും നൽകിയില്ല, ഒരു നൊമ്പരം പറ്റില്ല.
അത് പാടില്ല. കാരണം എന്താ? വർള ബിമാ ഖസമല്ലാഹു ലക്, അല്ലാഹു നിനക്ക് തന്നതിൽ നീ എന്ത് ചെയ്യണം? തൃപ്തിപ്പെടണം. അങ്ങനെ നീ തൃപ്തിപ്പെട്ടില്ല എങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? അങ്ങനെ നീ തൃപ്തിപ്പെട്ടിട്ടില്ല എങ്കിൽ അവന്റെ വരുമാനം നിനക്കുണ്ടാകില്ല. പക്ഷേ അവന്റെ സമ്പത്ത് അതുപോലെ എനിക്കുണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കും. അപ്പൊ ഇസ്ലാം പഠിപ്പിക്കാത്ത മാർഗങ്ങളിലേക്ക് തിരിയും. പലിശയിലേക്ക്, ചൂതാട്ടത്തിലേക്ക്, അതുപോലെ തന്നെ പിടിച്ചുപറിയിലേക്ക്. അപ്പൊ ആ ഒരു രൂപത്തെ വിശ്വാസികളെ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടി അകറ്റിപ്പെടണം. നമ്മൾ എന്ത് തീരുമാനിക്കുക? പടച്ച റബ്ബ് എനിക്ക് നൽകിയതിൽ ഞാനിതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ വിശ്വാസികളാണ് മുഅ്മിനുകളെ. അതല്ല പരിഹാസത്തിന്റെ, നൊമ്പരത്തിന്റെ, ദൗർബല്യതയുടെ, അതുപോലെ തന്നെ ഒന്നുമില്ലായ്മയുടെ വാക്കുകളാണോ നമുക്ക് പറയാനുള്ളത് എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി വിശ്വാസികളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹറാമിന്റെ ലവലേശം നമ്മുടെ ഭക്ഷണത്തിലേക്ക്, നാം ഉടുക്കുന്ന വസ്ത്രത്തിലേക്ക്, നമ്മൾ നമ്മുടെ കുട്ടികളെ കഴിപ്പിക്കുന്ന ഭക്ഷണത്തിലേക്ക് പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാട്ടോ, മനിഷ്തറാ സൗബൻ ബിഅശറതി ദറാഹിം, 10 ദിർഹമിന് 10 ദിർഹമിന് ഒരാൾ ഒരു വസ്ത്രം വാങ്ങി. വഫീഹി ദിർഹമുൻ ഹറാം, അതിൽ 1 ദിർഹം എന്താണ്? ഹറാമാണ്. അഥവാ അവൻ അന്യായമായി ഉണ്ടാക്കിയ സമ്പത്താണെങ്കിൽ ലം യഖ്ബലില്ലാഹു ലഹു സ്വലാത്തൻ മാ ദാമ അലൈഹി, ആ വസ്ത്രം അവന്റെ അടുത്ത് ഉള്ള കാലത്തോളം അവന്റെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് സ്വീകരിക്കില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസി വല്ലാതെ ഭയപ്പെടേണ്ട കാര്യമാണ്. കാരണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഹറാമിന്റെ ലവലേശം അവന്റെ ഭക്ഷണത്തിലോ അവന്റെ പാനീയത്തിലോ അവനെടുക്കുന്ന വസ്ത്രത്തിലോ ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇത് പറയുമ്പോ നമ്മളൊക്കെ ചിന്തിക്കണം, എന്റെ കുട്ടിക്ക് ഞാൻ വസ്ത്രം മേടിച്ചു കൊടുക്കുന്നുണ്ട്, ഹറാമാണോ? എന്റെ കുട്ടിക്കും ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട്. ആ പണം, ആ സമ്പത്ത് ഹലാലാണോ ഹറാമാണോ നമ്മൾ ചിന്തിക്കണം. അപ്പോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് വിശിഷ്യ വിശ്വാസിയുടെ ജീവിതത്തിൽ ഹറാമിലുമായി ഒരു ബന്ധം അവൻക്ക് ഉണ്ടാകാൻ പാടില്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ എന്ത് ചെയ്യാണ്? ഒരു വ്യക്തിയെ കുറിച്ച്, ഒരു സുദീർഘമായി യാത്ര ചെയ്ത ഒരു മനുഷ്യൻ, അവന്റെ മുടിയൊക്കെ ജടപിടിച്ച് വസ്ത്രങ്ങളൊക്കെ മുഷിയുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് അവൻ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? യമുദ്ദു യദൈഹി ഇലസ്സമാഇ യാ റബ്ബ് യാ റബ്ബ്, അവൻ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്, പടച്ച റബ്ബേ പടച്ച റബ്ബേ എന്ന്. പക്ഷേ ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. വമത്അമുഹു ഹറാം, അയാളുടെ ഭക്ഷണം നിഷിദ്ധമാണ്. വമശ്റബുഹു ഹറാം, അവന്റെ പാനീയം നിഷിദ്ധമാണ്. വമൽബസുഹു ഹറാം, അവൻ എടുത്തിരിക്കുന്ന വസ്ത്രവും ഹറാമാണ്. വഉദ്ദിയ ബിൽ ഹറാം, അവൻ ഹറാമിൽ മൂടപ്പെട്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ചിന്തിക്കുക, ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ്? ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബ് യാ റബ്ബ്. പക്ഷേ അവൻ എടുത്തിരിക്കുന്ന വസ്ത്രം, അവൻ കുടിക്കുന്ന പാനീയം, അവൻ കഴിക്കുന്ന ഭക്ഷണമെല്ലാം അത് ഹറാമിലൂടെയുള്ളതാണ്. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫഅന്ന യുസ്തജാബു ലിദാലിക, എന്നിരിക്കെ എങ്ങനെയാണ് പടച്ചോനോന്റെ പ്രാർത്ഥന സ്വീകരിക്കുക? ഇതിൽ നിന്ന് വിശ്വാസികളെ നമുക്കുള്ള ഒരു പാഠം എന്താ? പടച്ച റബ്ബ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ സമ്പത്ത് കൃത്യമായി ഹലാലായ രൂപത്തിലായിരിക്കണം. അത് ഹറാമുമായി ബന്ധമുണ്ടാകാൻ പാടില്ല. അന്യരുടെ ധനം അന്യായമായി എടുക്കാൻ നമുക്ക് അവകാശമില്ല.
ഒരിക്കലും അത് അവകാശപ്പെട്ടതല്ല. നാം ചിന്തിക്കുക. അതുപോലെ തന്നെ സ്വത്ത് തർക്കത്തിൽ, അതുപോലെ തന്നെ മറ്റുള്ള ഇടപാടുകളിൽ, ബിസിനസ്സിൽ, കച്ചവടത്തിൽ ഏതൊക്കെ മേഖലകളുമായി വിശ്വാസികളായ നമ്മൾ ബന്ധപ്പെടുന്നുണ്ടോ, ഹറാം കടന്നു വരുന്നത് ചിന്തിച്ചോ. കാരണം എന്തെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, മനിക്തസബ മാലം മിൻ മഅ്സമിൻ, അന്യായമായി സമ്പാദിച്ച വ്യക്തി, അന്യായമായി സമ്പത്തുണ്ടാക്കി വലിയ മിടുക്കനായി ആളുകളൊക്കെ പറ്റിച്ചു, അല്ലെ? അങ്ങനത്തെ ചില ആളുകളുണ്ട്. എങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10 ഉറുപ്പ്യ ഇങ്ങോട്ട് കിട്ടിയ വലിയ മിടുക്കനായി. അവൻ ചിന്തിക്കണില്ല പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇതിന്റെ മറുപടി പറയേണ്ടി വരുമെന്നുള്ളത്. വിശ്വാസികളെ ഹൃദയത്തിൽ കൈവച്ച് പറയാൻ കഴിയണം, ഞാൻ കഴിക്കുന്ന ഭക്ഷണം, ഞാൻ ഉടുക്കുന്ന വസ്ത്രം, ഞാൻ ചെലവഴിക്കുന്ന എന്റെ സമ്പത്ത്, എന്റെ റബ്ബ് തൃപ്തിപ്പെടാത്ത ലവലേശം അതിൽ വന്നുപോയിട്ടില്ല. ആ ഒരു ചിന്ത നമ്മൾ എവിടെയൊക്കെ കാണിക്കണമെന്നറിയോ? സാമ്പത്തിക നമ്മുടെ എല്ലാവിധ മേഖലകളിലും നമ്മൾ കൃത്യമായി അത് കാണിക്കണമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ അന്യായമായി സമ്പാദിച്ചു, ഫവസ്വല ബിഹി റഹിമ, അവൻ അതുകൊണ്ട് കുടുംബ ബന്ധം ചേർത്തു. ഔ തസദ്ദഖ ബിഹി, അല്ലെങ്കിൽ അവൻ ദാനം നൽകി, അവൻ സ്വതക്ക കൊടുത്തു. ഔ നഫഖഹു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവൻ അത് ചെലവഴിച്ചു. അങ്ങനെയാണെങ്കിൽ ജുമിഅ ദാലിക കുല്ലുഹു ജമീഅൻ ഫഖുദിഫ ബിഹി ജഹന്നം, പരലോകത്ത് അതെല്ലാം ഒരുമിച്ച് കൂട്ടിയ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ കൊണ്ടുപോയി ഇടുമെന്നാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തുണ്ടായി? ലാഭമുണ്ടായോ? എന്തെങ്കിലും ലാഭമുണ്ടായോ വിശ്വാസികളെ? ഇല്ലല്ലോ. നഷ്ടം സംഭവിച്ചു പോയി. നമ്മുടെ മുൻഗാമികളായിട്ടുള്ള നമ്മുടെ സ്വഹാബാ കിറാമുകൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് മാതൃകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആരാ വിശ്വാസികളെ? ചരിത്രത്തിലേറെ സ്ഥാനം പിടിച്ച ഒരു സ്വഹാബി വര്യനല്ലേ അബൂബക്കർ സിദ്ദീഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞയച്ച നമ്മുടെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു പോയി, അല്ലാഹു സുബ്ഹാനഹു വ തആല മിത്രമായി സ്വീകരിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലേ. അല്ലാഹു എനിക്കൊരു കൂട്ടുകാരനെ സ്വീകരിക്കുവാനുള്ള അവസരം നൽകിയാൽ ഞാൻ എൻ്റെ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിക്കുമെന്നാണ്. അവിടുന്ന് ഹിജ്റകളിലൂടെ, ചരിത്രങ്ങളിലൂടെ, ഒരുപാട് സംഭവങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ പിടിച്ചു കിലുക്കിയ ആ സ്വഹാബി വര്യൻ ഒരിക്കലതാ കടന്നു പോവുകയാണ്. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭൃത്യൻ വന്നുകൊണ്ട് പറയുകയാണ്, ഇതാ അല്പം ഭക്ഷണം നിങ്ങൾ കഴിച്ചുകൊള്ളുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇത് നിനക്ക് എവിടുന്ന് കിട്ടിയതാ? അദ്ദേഹം മറുപടി പറഞ്ഞു, പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ എനിക്ക് സിഹിറിന്റെ അഥവാ മാരണം ചെയ്യുന്നതിന്റെ പണി ഉണ്ടായിരുന്നു. എനിക്ക് ആ പണിയൊന്നും അറിയില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തിരുന്നു? ജനങ്ങളെ നന്നായി പറ്റിച്ചിരുന്നു. അപ്പോ അതുമായി ബന്ധപ്പെട്ട ഒരു സഹോദരനെ ഞാൻ കണ്ടുമുട്ടിയപ്പോൾ അവൻ എനിക്ക് അല്പം നൽകിയതാണിത്. അതാണ് ഞാൻ താങ്കൾക്ക് നൽകിയത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വൈലക്, അദ്ദേഹത്തോട് പറയാണ്, നിനക്ക് നാശം, നീ എന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വിരലുകൾ വായിലേക്കെടുത്ത് അത് ഛർദ്ദിച്ചു കളയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ലൗ ലം തഖ്റുജു ഇല്ലാ മഅ നഫ്സി ലഅഖ്റജതുഹാ, നീ എനിക്ക് തന്ന ഈ ഭക്ഷണമുണ്ടല്ലോ മനുഷ്യ, എന്നെ ഈ ഭക്ഷിപ്പിച്ച ഈ ഭക്ഷണമുണ്ടല്ലോ, അതെന്റെ ജീവൻ പോയാലേ പുറത്തു വരുമെങ്കിൽ, അതായത്
ഞാൻ വിരലിട്ട് പോന്നു, ഇനി അത് പോരുന്നില്ല. എന്റെ ജീവൻ അങ്ങോട്ട് പോയാലേ ആ ഹറാമിന്റെ ഭക്ഷണം എന്റെ ശരീരത്തിൽ നിന്ന് വരുന്നതെങ്കിൽ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കാരണം എന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, കുല്ലു ജസദിൻ നബത മിൻ സുഹത്തിൻ ഫന്നാറു ഔലാ ബിഹാ. പരലോകത്ത് നരകത്തോട് ഏറ്റവും കൂടുതൽ കിടക്കുന്നത് ഹറാമായ ഭക്ഷണം കഴിച്ച് വളർന്ന ശരീരമാണ്. മുഅ്മിനുകളെ, നമ്മൾ ചിന്തിക്കണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നു, ഫഖശീതു അയ്യംബുത ശൈഉം മിൻ ജസദി മിൻ ഹാദിഹിൽ ലുഖ്മ. ഈ ഭക്ഷണം കഴിച്ച കാരണത്താൽ എന്റെ ശരീരം ഒരു നരകത്തിന്റെ അവകാശിയായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഭക്ഷണത്തെ ഛർദ്ദിച്ചു കളയുകയാണ്. നോക്കൂ നിങ്ങൾ, അവര് കാണിച്ച സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട വിഷയമാണ് അല്ലേ? നമ്മുടെ മക്കള് നമ്മോട് എനിക്ക് ഇന്ന ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട് ഉപ്പ, ഒന്ന് മേടിച്ചു തരുമോ അല്ലേ? പല സന്ദർഭങ്ങളിലൊക്കെ നമ്മോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ കൊടുക്കും നമ്മുടെ കുട്ടികൾക്ക്. കാരണം നമ്മുടെ കുട്ടികളോട് നമുക്ക് വലിയ സ്നേഹ. പക്ഷേ നമ്മുടെ കുട്ടി സന്തോഷത്തോടുകൂടി ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടുന്ന് ചിന്തിച്ചു പോയിട്ടില്ല എന്തെന്നറിയോ? എന്റെ ഉപ്പച്ചി ഈ കൊണ്ടുവന്ന് തന്നിട്ടുള്ള ഭക്ഷണം, അല്ലെങ്കിൽ എന്റെ ഉമ്മച്ചി എനിക്ക് തന്ന ഈ ഭക്ഷണം അത് ഹറാമാണോ ഹലാലാണോ ഒന്നും നമ്മുടെ കുട്ടിക്ക് അറിയൂല. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അത് ഹലാലായിട്ടുള്ളതാണോ ഹറാമായിട്ടുള്ളതാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കുക. നാളെ പരലോകത്ത് കണിശമായി പടച്ച റബ്ബിന്റെ ചോദ്യം ഉണ്ടാവൂട്ടോ. അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമ്മളൊക്കെ ഇടപെടുന്ന ആളുകളാണ്. സാമ്പത്തികം വലിയ വിഷയമാണ്. അപ്പൊ നമ്മൾ ഇടപെടുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി കൊടുത്ത് ഇസ്ലാമിന്റെ ഈ തനതായ സുന്ദരമായ രൂപത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടക്കുക. നമുക്ക് നാളെ വിജയമുണ്ട്. സമ്പത്തില്ല എന്ന് കരുതി പടച്ച റബ്ബ് നമ്മെ ആരും നരകത്ത് കൊണ്ടുപോയിടൂല. ഒരാളും വിഷമിക്കണ്ട. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. ആര് അല്ലാഹുവിനെ സൂക്ഷിച്ചുവോ, ആര് അല്ലാഹുവിനെ ഭയപ്പെട്ടുവോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്കൊരു തുറസ് കാണിച്ചു കൊടുക്കുമെന്നുള്ളതാണ്, അവൻക്കൊരു വഴി കാണിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. ആ ഒരു രൂപത്തിൽ നമ്മൾ നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്തു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസുബ്ഹാനല്ലാഹിൽ അളീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ സാനിയൻ ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ച റബ്ബ് നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, സാമ്പത്തികമായ മേഖലകളിൽ നമ്മൾ പാലിക്കേണ്ടുന്ന ഏതാനും ചില വിഷയങ്ങളും നമ്മുടെ മുൻഗാമികളുടെ ചില സംഭവങ്ങളുമാണ് നാം മനസ്സിലാക്കിയത്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്, ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ റബ്ബ് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണം.
കുട്ടികൾ പ്രാർത്ഥിക്കുന്നുണ്ട്, രക്ഷിതാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ലോകത്തിൽ മുഴുവൻ ആളുകളും എല്ലാവരും പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണം. നമ്മൾ ഓരോരുത്തരും, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും, നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു പടച്ച റബ്ബ് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമെന്ന്. എന്താ അതിനുള്ളൊരു വഴി? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉദ്ഉല്ലാഹ അയ്യജഅലനീ മുസ്തജാബദ് ദഅവാഹ, പ്രാർത്ഥന സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഒന്ന് ഉൾപ്പെടാൻ അങ്ങ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന സ്വീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ നബിയെ എനിക്ക് വേണ്ടി അങ്ങ് വന്ന് പ്രാർത്ഥിക്കണമെന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടിയാ സഅദ്, അല്ലയോ സഅദേ, അത്വിബ് മത്അമക, നീ നിന്റെ ഭക്ഷണം വിശിഷ്ടമായതാക്കുക. എല്ലാവിധ നിഷിദ്ധങ്ങളിൽ നിന്നും എല്ലാവിധ നീചവൃത്തികളിൽ നിന്നും നിന്റെ ഭക്ഷണത്തെ നീ ശുദ്ധീകരിക്കുക സഅദേ. തകുൻ മുസ്തജാബദ് ദഅവാ, എങ്കിൽ നിനക്ക് പ്രാർത്ഥന സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയുമെന്നാണ്. സുഹൃത്തുക്കളെ, വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കണം. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കണം. നമ്മുടെ അക്കൗണ്ടിലേക്ക് കടന്നു വരുന്ന പണം, നമ്മുടെ സമ്പാദ്യത്തിലേക്ക് കടന്നു വരുന്ന സമ്പത്ത്, അത് എന്റെ റബ്ബ് തൃപ്തിപ്പെട്ടതാണോ, എന്റെ റബ്ബ് ഇഷ്ടപ്പെട്ടതാണോ എന്നുള്ള ചിന്ത കടന്നു വരട്ടെ. എത്രത്തോളം എന്നറിയോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയദാ സകാത്തിന്റെ മുതൽ നിന്നിങ്ങനെ കാരക്ക വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളിലൂടെ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കിടാങ്ങള് ഹസൻ ഹുസൈൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഹസൻ റളിയല്ലാഹു അൻഹു അതിൽ നിന്നൊരു കാരക്കയെടുത്ത് കഴിക്കുകയാണ്. കുട്ടിയാണ് ഹസൻ റളിയല്ലാഹു അൻഹു. അപ്പൊ കാരക്കെടുത്ത് കഴിക്കുന്നത് ആര് കണ്ടു? നമ്മുടെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യണം? സ്വലാത്ത് ചൊല്ലണം. അതിൽ നമ്മൾ പിശുക്കാൻ പാടില്ല. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹസൻ റളിയല്ലാഹു അൻഹു അതിൽ നിന്നൊരു കാരക്കയെടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരലിട്ട് അത് പുറത്തെടുത്ത് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യാ ഹസൻ, ഹസനെ, എന്ത് പണിയാണ് ഈ ചെയ്തത്? നിനക്കറിയില്ലേ ഇത് നമുക്ക് എടുക്കാൻ പാടില്ല എന്ന് ഹസനെ എന്ന് ഒരു പിഞ്ചു കുഞ്ഞിനോട് പോലും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൃദുലമായ സൗമ്യതയുടെ, അനുകമ്പയുടെ, മൃദുലതയുടെ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. കൂട്ടരെ, നമ്മുടെ വീട്ടിൽ ഇതുപോലെ സംഭവിക്കാറുണ്ട്. പക്ഷേ രണ്ടാമത് നടന്ന സംഭവം ഉണ്ടാവാറില്ല. നമ്മൾ എന്താ പറയാറ്? അത് കുട്ടിയല്ലേ, കഴിച്ചോട്ടെ, അല്ലേ? അത് ചെറിയ കുട്ടിയല്ലേ, കഴിച്ചോട്ടെ, അവൻക്കറിയില്ലല്ലോ എന്ന്. കുട്ടിക്കറിയില്ല. പക്ഷെ കാണുന്ന, അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് അവരെ തിരുത്തണം. കാരണം അത് നമുക്ക് വേണ്ട. അത് വലിയ അപകടം നമുക്കുണ്ടാക്കി കഴിയുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അതുകൊണ്ട് രോഗം വല്ലാത്ത പകർച്ചവ്യാധിയായി പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ്. സാമ്പത്തികമായി എല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭവുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വിഷയം വളരെ ഗൗരവത്തിൽ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ആരും അറിയില്ല. അതാണ് ഏറ്റവും വലിയ രസം. നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്ത് കൂടിയാലും കുറഞ്ഞാലും ഒന്നും ആരും അറിയില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോ നമ്മുടെ അടുത്തേക്ക് ബസ്സിലേക്ക് പിരിവ് നടത്തുന്നവൻ നമ്മുടെ അടുത്തേക്ക് വന്നില്ല. നാം കൊടുക്കേണ്ടുന്ന പണം ചുരുട്ടിപ്പിടിച്ച് നമ്മുടെ പോക്കറ്റിലേക്ക് നമ്മൾ ഇട്ടാലും, നമ്മൾ അവനെ കബളിപ്പിച്ചാലും പടച്ച റബ്ബ് അത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്, അല്ലെ? ആ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുക.
അതുകൊണ്ട് തന്നെയാണ് സ്വഹാബ കിറാമുകളും നമ്മുടെ മുൻഗാമികളായിട്ടുള്ള സലഫ് സ്വാലിഹ്യങ്ങളും സമ്പത്തിന്റെ വിഷയത്തിൽ അവർ ഭയപ്പെട്ടത്. അപ്പോ അവസാനമായിട്ട് പറയാണ്, ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മാനസികമായി ടെൻഷൻ അടിക്കണ്ട. എന്തൊക്കെ, വീട് പണി നടക്കാനുണ്ട്, മകളുടെ വിവാഹം വരാനുണ്ട്, കുറച്ച് പൈസ കടം കൊടുക്കാനുണ്ട്, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ആവലാതിയും വേവലാതിയും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. അവൻ എന്ത് ചെയ്യാ, അതിനു വേണ്ടി അവന്റേതായിട്ടുള്ള രൂപത്തിൽ നന്മയോടുകൂടി അവൻ പ്രവർത്തിക്കുക, പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു വഴി കാണിച്ചു തരും. കാരണം എന്താണെന്നറിയോ, വല്ലാതെ ടെൻഷൻ അടിച്ചാൽ നമ്മുടെ നമസ്കാരം ബാത്തിലാകും. കാരണം നമ്മുടെ നമസ്കാരത്തിൽ ചിന്ത എന്തായിരിക്കും, പൈസ ഇല്ല, പൈസ കൊടുക്കണം, അത് ഉണ്ടാക്കണം, ഇത് അവിടെ കൊടുക്കണം, ആകെ വെപ്രാളം. പക്ഷേ നമ്മുടെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടില്ലെങ്കിലോ അപ്പോഴും നമ്മൾ നഷ്ടക്കാരിൽ പെട്ടുപോയി. അതുകൊണ്ട് സാമ്പത്തിക മേഖല അത് പരിശുദ്ധമാക്കാൻ, അത് പവിത്രമാക്കാൻ, അത് പുണ്യമുള്ളതാക്കാൻ മുഅ്മിനുകളെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണുക. അതാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നെഞ്ചിലേറ്റേണ്ടത്. അത് ഭാര്യയെ പഠിപ്പിക്കാൻ കഴിയണം, അത് മക്കളെ പഠിപ്പിക്കാൻ കഴിയണം, നമ്മളുമായി ബന്ധപ്പെട്ടവരെ പഠിപ്പിക്കുവാൻ കഴിയണം. പടച്ച റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, ഈ വരുന്ന 29-ാം തീയതി ഞായറാഴ്ച ഇസ്തിഗാസ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഖുർആനിക വചനങ്ങൾ എന്ന പ്രമേയത്തിൽ ഒരു തത്സമയ മുഖാമുഖം സംഘടിപ്പിക്കുന്നുണ്ട്. ഞായറാഴ്ച രാത്രി 8:30 നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമുക്കത് കാണാൻ കഴിയും. നമ്മൾ പഠിക്കണം, നമ്മൾ കേൾക്കണം, നമ്മുടെ കുടുംബക്കാരുമൊത്ത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമയം കണ്ടെത്തി കൃത്യമായി എല്ലാവരും കുടുംബസമേതം അത് വീക്ഷിക്കണം. ദീനിനെ കുറിച്ച് പഠിച്ചാൽ എത്ര പഠിച്ചാലും വിശ്വാസികളെ നമുക്ക് മതിയാവൂല. അത്ര പവറാണതിന്, അത്ര പവറാണതിന്. അത് പഠിച്ചെടുക്കുന്നിടത്തോളം മനസ്സിന് സമാധാനം. ഇത് നമ്മളെല്ലാവരും കാണുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹലാലും ഹറാമും കൃത്യമായി വേർതിരിക്കുവാൻ, ആരെയും കാണിക്കാനല്ല, ആരെയും ബോധ്യപ്പെടുത്താനല്ല. അല്ലെ, തൊഴിലാളിയായി കാഷ്യറിന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോഴും സാമ്പത്തികമായി കൊടുക്കേണ്ടവന് നമ്മളത് കൊടുക്കാതിരിക്കുമ്പോഴും എല്ലാം കൃത്യമായി പടച്ച റബ്ബ് നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി മാത്രം ഇടപെടുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ അലംഘനീയമായ പവിത്രമായ നമ്മുടെ ദീനായ ഇസ്ലാമിനെ കൃത്യമായി നെഞ്ചിലേറ്റുവാൻ, അത് പ്രാവർത്തികമാക്കുവാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും പടച്ച റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. സാമ്പത്തികമായി ശാരീരികമായുമൊക്കെ അവരുടെ ജീവിതത്തിൽ നീ ശാന്തിയും സമാധാനവും നൽകി റബ്ബേ നീ അവരെ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവട മേഖലകളിൽ ഞങ്ങൾക്ക് നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ غفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.